വമ്പൻ പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ. ഹൈവേ യാത്രയ്ക്കായി 3000 രൂപയുടെ ഫാസ്ടാഗ് വാർഷിക പാസാണ് കേന്ദ്രം നടപ്പിലാക്കുക. 1 വർഷം അല്ലെങ്കിൽ 200 യാത്ര എന്നതാകും കാലാവധി. ഓഗസ്റ്റ് 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു. രാജ്യത്തെ ഹൈവേ യാത്രികർക്കായി ഫാസ്ടാഗ് വാർഷിക പാസ് എന്ന വമ്പൻ പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ വർഷം ഓഗസ്റ്റ് 15 മുതൽ ഈ പദ്ധതി നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്താണ് ഈ പുതിയ പദ്ധതി? ഇതുകൊണ്ട് പ്രയോജനം കിട്ടാൻ പോകുന്നത് ആർക്കൊക്കെയാണ്? നോക്കാം. രൂപ വിലയുള്ള ഫാസ്ടാഗ് അധിഷ്ഠിത വാർഷിക പാസാണ് സർക്കാർ അവതരിപ്പിക്കുന്നത്. വാണിജ്യേതര സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമായിരിക്കും ഇതിന്റെ ഗുണം ലഭിക്കുക. ആക്ടിവേഷൻ തീയതി മുതൽ 1 വർഷം അല്ലെങ്കിൽ 200 യാത്രകൾ വരെ സാധുതയുണ്ടാകും. താങ്ങാനാവുന്ന നിരക്കിൽ ഒറ്റ ഇടപാടിലൂടെ ടോൾ പേയ്മെന്റുകൾ ലളിതമാക്കുകയാണ് ലക്ഷ്യം. ഇതൊന്ന് ആഴത്തിൽ പരിശോധിച്ചാൽ 3000 രൂപയ്ക്ക് ഒറ്റത്തവണ ഫാസ്ടാഗ് റീചാർജ് ചെയ്യുന്നതിലൂടെ ദേശീയപാതയിലൂടെയും സംസ്ഥാന എക്സ്പ്രസ് വേകളിലൂടെയും എല്ലാവർക്കും, അതായത് സ്വകാര്യ വാഹനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, ടോൾ പ്ലാസകളിലെ തിരക്ക് കുറയും. അതോടൊപ്പം തന്നെ തർക്കങ്ങളും മാറി നിൽക്കും. ഇനി ഈ പദ്ധതിയിൽ നമുക്ക് അംഗങ്ങളാകാൻ എങ്ങനെ സാധിക്കും? അത് നോക്കാം. ഓഗസ്റ്റ് 15 മുതൽ പാസ് നൽകി തുടങ്ങും. ആക്ടിവേഷനും പുതുക്കലിനുമുള്ള ലിങ്ക് രാജ്മാർഗ് യാത്ര ആപ്പിലും NHAI ഗതാഗത മന്ത്രാലയം എന്നിവരുടെ വെബ്സൈറ്റുകളിലും ലഭ്യമാകും. രാജ്യത്തെ ഇടത്തരക്കാർക്ക് വേഗതയേറിയതും സുഗമവുമായ യാത്രാ അനുഭവം വാർഷിക പാസ് സമ്മാനിക്കും എന്ന കാര്യം ഉറപ്പ്. അവസാനിപ്പിക്കും മുമ്പ് ഒരു കാര്യം കൂടി. ഇനി ഈ വാർഷിക പദ്ധതി ആഗ്രഹിക്കാത്തവർക്ക് ദൂരാധിഷ്ഠിത പദ്ധതി എന്ന മറ്റൊന്നുകൂടി കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. അതായത് 100 കിലോമീറ്ററിന് 50 രൂപ എന്ന നിരക്കിൽ ഈടാക്കുന്ന രീതിയാണത്. അത് പക്ഷേ പ്രാവർത്തികമായിട്ടില്ല. ഭാവിയിൽ വന്നേക്കാം. അതുവരെ കീശ കാലിയാകാതെ സുഗമമായ യാത്ര ആശംസിക്കുന്നു. ശ്രീകാന്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.